എന്റെ കടയെ കണ്ടുള്ളോടാ നിനക്ക് കക്കാൻ. കിടന്ന് മോങ്ങുന്നോടാ. എന്താ കറിയാച്ചാ? എന്താ പ്രശ്നം? ഇവനേതാ? ഇവനോ? ഇവന് മോഷ്ടിക്കാൻ ഈ കറിയാച്ചന്റെ കടയെ കണ്ടുള്ളൂ. ആശാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? വിശന്നിട്ടാണ് പോലും, വിശന്നിട്ട്. എടാ, വിശക്കുന്നെങ്കിൽ തെണ്ടണോടാ, തെണ്ടണം. കണ്ട അവശനെയും തെണ്ടിയേം പോറ്റാനല്ല കറിയാച്ചൻ ഇവിടെ കട തുടങ്ങി വെച്ചിരിക്കുന്നത്. മനസ്സിലായോടാ നായേ? ഇങ്ങ് താടാ. മുതലാളി, 4 നേരം മൂക്കുമുട്ടത്തിന് നിങ്ങൾക്കൊന്നും വിശപ്പിന്റെ വിളി എന്താണെന്നറിയില്ല. ഞാനും എൻ്റെ മക്കളും, എൻ്റെ കാര്യം പോട്ടെ, ആ പിഞ്ചു കുഞ്ഞുങ്ങൾ അല്പം ആഹാരം കഴിച്ചിട്ട് ഇന്നേക്ക് 2 ദിവസമാവുകയാണ്. അവരുടെ ആ വിശന്നു വലഞ്ഞ നോട്ടം അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഒരു ദരിദ്രൻ ആരാണെന്ന് ഈ ലോകത്ത് കടന്നിരുന്നത്? ആ കുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടിയാണ് ഞാനിത് മോഷ്ടിച്ചത്. എന്നോട് വേണ്ട, ആ കുഞ്ഞുങ്ങളോടെങ്കിലും അല്പം ദയ കാണിക്കണം. ദയ പോലും ദയ. കണ്ട കള്ളന്മാരോടും കൊള്ളക്കാരോടും ദയ കാണിക്കാൻ ഞാൻ ഒടേ തമ്പരാനൊന്നും അല്ലടാ. ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലെങ്കിൽ പോയി ചാവടാ, ചത്തു തൊല, നാശം. എന്നാ മുതലാളി, ഇതിനി എനിക്കെന്തിനാടാ? ഇത് പോയി തിന്നടാ, മന്നി. വിശക്കുന്നെങ്കിൽ തെണ്ടണോടാ, തെണ്ടണം. ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലെങ്കിൽ പോയി ചാവടാ, ചത്തു തൊല. നീ ഇതൊന്നും കാണുന്നില്ലേ? നീ എന്താ അന്ധരാണോ? പട്ടിണി പാവങ്ങളായി ഞങ്ങളുടെയൊക്കെ കണ്ണുനീര് നീ ഒരു വില പോലും കൽപ്പിക്കുന്നില്ലേ? ഒരു ഉറുമ്പിനെ പോലും നോയിക്കാത്ത എന്നെ ദൈവം പോലും കൈവിട്ടിരിക്കുന്നു.
എനിക്കറിയാം, എനിക്കറിയാം ഇനി എന്ത് ചെയ്യാമെന്ന്. പിതാവേ, ഭക്ഷണം തയ്യാറായി. അല്ല, ഇന്നും ഈ ഇരിപ്പ് തന്നെ ഇരിക്കാനാണോ പിതാവിന്റെ ഉദ്ദേശം? എല്ലാ ദിവസവും ഈ ഇരിപ്പാണ്, ആരെങ്കിലും വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മാസം ഒരു ഈച്ച പോലും ഈ വഴി വന്നിട്ടില്ല. ഭക്ഷണം തണുത്തു പോകുന്നത് മാത്രം മെച്ചം. ഇല്ല, ഇന്നെങ്കിലും നേരത്തെ വന്ന് ആഹാരം കഴിക്കും. ഇല്ല, ഇന്ന് ആരെങ്കിലും വരും, അങ്ങനെ എന്റെ മനസ്സ് പറയുന്നേ. എല്ലാ ദിവസവും മനസ്സ് തന്നെയല്ലേ പറയുന്നത്. പിതാവ് വല്ലതും അറിഞ്ഞോ? നാട്ടുകാരെല്ലാരും ഭയന്നിരിക്കണേന്ന്. ഞാനും ചിലതൊക്കെ കേട്ടു. ആട്ടെ, എന്താ കാര്യം? അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ഒരു തെണ്ടിയെ പറ്റിയാണ് പട്ടണത്തിൽ ഇപ്പോൾ വർത്താനം. കണ്ടാൽ ഏതാണ്ടൊരു ഭീകരനെ പോലെയാണ്. ഇവൻ ഈ കഴിഞ്ഞ ദിവസം വടക്കിലെ റാഫേലിന്റെ സത്രത്തിൽ ചെന്നെന്നോ അവിടുന്ന് അയാളെ തള്ളിയിറക്കി വിട്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ആരേത് പാതിരാത്രി കയറി വന്നാലും 2 കൈ നീട്ടി സ്വീകരിക്കലാണല്ലോ പിതാവിന്റെ പണി. ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയല്ലടോ. ആരാണോ ഈ പാതിരാത്രിയിൽ? ഒന്ന് പോയി നോക്കടോ. പിതാവേ, ഒരു ഭിക്ഷക്കാരൻ വന്നിട്ടുണ്ട്. നമ്മ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ആ കള്ളനാണെന്നാ തോന്നുന്നത്. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നു. താൻ അയാളെ അകത്തേക്ക് വിളിക്കേ. ആരാ? എൻ്റെ പേര് ജോൺ. ഞാനൊരു കുറ്റവാളിയാണ്. 1ഉം 2ഉമല്ല, 19 വർഷമാണ് ഞാൻ ജയിലിൽ കിടന്നത്. ജോലിയില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചു പോയി. അതിന് ഞാൻ അനുഭവിച്ചതോ 19 വർഷത്തെ ജയിൽവാസം. 4 ദിവസം മുമ്പാണ് ഞാൻ ജയിലിൽ നിന്നിറങ്ങിയത്. ഒത്തിരിയേറെ വാതിലുകൾ മുട്ടി ഒരു ജോലിക്ക് വേണ്ടി, അല്പം ഭക്ഷണത്തിന് വേണ്ടി. തന്നില്ല. ആട്ടിയിറക്കി. ഒരു കള്ളൻ ആര് ജോലി കൊടുക്കാൻ, ആര് വിശ്വസിക്കാൻ? വഴിയിൽ കിടന്നുറങ്ങി എന്നെ ഒരു സ്ത്രീയാണ് ഇവിടേക്ക് അയച്ചത്. ഇതെന്താ സത്രമോ വല്ലതുമാണോ? എനിക്കൊരൽപ്പം ഭക്ഷണം വേണം. എടോ, ഇത് സത്രമൊന്നുമല്ല. താൻ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. പാപ്പി, കരുണ കാണിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ആരും പോലും ഇല്ലാത്ത പട്ടിണി പാവങ്ങളോട്. നീ വേഗം പോയി ഒരു പാത്രം കൂടി വെക്ക്. ഇവനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഏയ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? ഞാൻ ആരുടെ അതിഥിയൊന്നുമല്ല, ഒരു കള്ളനാണ്. 19 വർഷം ജയിലിൽ കിടന്നവൻ. എനിക്കൊരൽപ്പം ഭക്ഷണമാണ് വേണ്ടത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇന്ന് നീ എൻ്റെ അതിഥിയാ.
പിതാവേ, അങ്ങ് വലിയ മനുഷ്യനാണ്. അങ്ങ് എന്നെ ആട്ടിയിറക്കിയില്ല, എന്നെ ഒരു അതിഥിയായി സ്വീകരിക്കുകയും എനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുകയും ചെയ്തു. അതും ഒരു കള്ളനായി എനിക്ക് വേണ്ടി. ഇതുവരെ ആരും കാണിക്കാത്ത കരുണയാണ് അങ്ങ് എന്നോട് കാണിച്ചത്. മകനെ, ഇതെന്റെ വീടല്ല, ക്രിസ്തുവിൻ്റെതാണ്. ഞാൻ നിന്റെ പേരോ നാടോ വീടോ ഒന്നും ചോദിക്കുന്നില്ല. മറിച്ച് നീ വിശക്കുന്നവനാണോ, ദാഹിക്കുന്നവനാണോ, ദുഃഖിതനാണോ എന്നൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഭവനമാണിത്. ഇവിടെയുള്ളതെന്തും നിന്റേതാണ്. എന്നാലും ഇപ്പോൾ അതൊന്നും പറയണ്ട, നീ കഴിക്ക്. എടാ പാപ്പി, നീ പോയി ഇവനെ കിടക്ക തയ്യാറാക്ക്. പിതാവിനറിയോ ഞാൻ എന്തോരം വേദനകൾ സഹിച്ചിട്ടുണ്ടെന്ന്? ഒരു പട്ടിക്ക് കിട്ടുന്ന പരിഗണന പോലും എനിക്ക് കിട്ടിയിരുന്നില്ല. ഓ, ആ ചാട്ടമാരടികളും കൊടും തണുപ്പത്തുള്ള ഉറക്കവും കൊള്ളിവാക്കുകളും ഇന്ന് ഞാൻ ഓർക്കുന്നു. 19 വർഷമാണ് ഒരു ചെറിയ കുറ്റത്തിന് ഞാൻ അനുഭവിച്ചത്. ഈ സമൂഹമാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. മകനെ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും സഹനങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ അതേക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് പാഴാക്കാനുള്ളതല്ല ജീവിതം. കാരണം 100 നീതിമാന്മാരെക്കുറിച്ച് എന്തിനേക്കാൾ പശ്ചാത്തപിക്കുന്നൊരു പാപിയെക്കുറിച്ചായിരിക്കും സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുക. ഒരുപക്ഷെ ഒത്തിരിയേറെ ആളുകൾ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടാവാം. അവരൊക്കെ പ്രാഗിയും പഴിച്ചും ജീവിക്കുവാൻ ആർക്കും സാധിക്കും. പക്ഷെ എല്ലാം മറന്നും ക്ഷമിച്ചും ജീവിക്കുവാൻ വലിയ മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിന്നെ പ്രതിയായിരിക്കും സ്വർഗരാജ്യത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുക. പിതാവേ, ഇയാൾക്ക് കിടക്ക തയ്യാറാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഇത്രയും കരുണ കാണിച്ച് മനുഷ്യനോട് ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. പക്ഷേ ഇത് വെച്ച് കിട്ടുന്ന പൈസ അത് മതി എന്റെ ജീവിതം മാറ്റിമറിക്കും. എന്നാലും
പിതാവേ, എന്തേ? എന്തു പറ്റി? നമ്മുടെ ആ തിരിക്കാല് അതവിടെ കാണാനില്ല. അതെവിടെ പോകാനാ? അതവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നീ പോയി നോക്ക്. ഇല്ല പിതാവേ, ഞാൻ നല്ലതുപോലെ നോക്കി. പിന്നെ അങ്ങയുടെ മറ്റേ വിശിഷ്ട അതിഥിയില്ലേ, അയാളെയും കാണാനില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് കണ്ട കള്ളന്മാരെയൊന്നും വിളിച്ച് കയറ്റി കെടുത്തല്ലേ എന്ന്. ആ തിരിക്കാര് നമുക്ക് അവകാശപ്പെട്ടതാണോ? അതെൻ്റെയോ നിന്റെയോ അല്ല, മറിച്ച് അത് പാവങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇത്ര നാളും നമ്മളാണത് കയ്യേറി വെച്ചിരുന്നത്. ഇപ്പോൾ അത് കിട്ടേണ്ടവരുടെ കയ്യിൽ തന്നെ എത്തിപ്പെട്ടു. എന്നാലും അത്രയും വിലപിടിപ്പുള്ളൊരു സാധനം. സഭയും വൈദികരുമെല്ലാം സമ്പത്തിനു വേണ്ടിയല്ല, മറിച്ച് പാവങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതും. ദൈവമേ, എന്നാലും അവൻ ഇവനിത് മോഷ്ടിച്ചുകൊണ്ട് ഓടിയപ്പോൾ ഓർത്തിട്ടുണ്ടാവില്ല പിടിക്കപ്പെടുമെന്ന്. പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞതോ പിതാവ് ഈ തെണ്ടിക്കത് സമ്മാനിച്ചതാണെന്ന്. മോഷ്ടിച്ചെന്നോ? ആര് പറഞ്ഞു? ഇത് ഞാനിവന് സമ്മാനിച്ചതാണ്. നീ എന്തേ മറ്റു തിരിക്കാല് കൂടെ എടുക്കാതെ പോയത്? അപ്പോൾ ഇവൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവനെ ഞങ്ങൾക്ക് വിട്ടയക്കാമല്ലോ. തീർച്ചയായും. ഞാൻ ആരുമില്ലാത്തവനായി വന്നു. എനിക്കങ്ങ് ആരൊക്കെയായി തീർന്നു. ഭക്ഷണം തന്നു, കിടക്കാനൊരിടം തന്നു. അതിലേറെ എന്നെ സ്വന്തം സഹോദരനായി കരുതി. എന്നിട്ടും ഒരു നന്ദി കെട്ടവനെ പോലെ ഞാൻ പെരുമാറി. എന്നിട്ടും അങ്ങനെ കരുണ കൊണ്ട് വല്ലാതെ ചെറുതാക്കി കളഞ്ഞു. അങ്ങയുടെ കരുണയുടെ മുമ്പിൽ ഞാൻ അനുഭവിച്ച പീഡനങ്ങളുടെ വേദന ഒന്നുമല്ലാതായി തോന്നുന്നു. പിതാവേ, പിതാവേ, എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. മകനെ, നീ ഇനി തിന്മയുടേതല്ല, മറിച്ച് നന്മയ്ക്ക് അവകാശപ്പെട്ടവനാണ്. ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചത് നിന്റെ ആത്മാവിനെയാണ്. ഞാൻ അതിനിരട്ടിൻ്റെ ചിന്തകളിൽ നിന്നും നാശത്തിൻ്റെ ആത്മാവിൽ നിന്നും മോചിപ്പിച്ച് ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. മകനെ, നീ കുറച്ചു മുമ്പ് ഞാൻ കാരുണ്യവാനാണെന്ന് പറഞ്ഞു. യഥാർത്ഥ കരുണയെന്നാൽ പങ്കുവയ്ക്കലാണ്. ക്രിസ്തു എന്നോട് കാണിച്ച കരുണ ഞാൻ നിന്നോടും കാണിച്ചു. ഇന്നു മുതൽ നീയും കരുണയുള്ളവനായിരിക്കണം. അത്രമാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.